KPCC സംസ്കാര സാഹിതി കലാജാഥ വിവിധ കേന്ദ്രങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച് ശ്രീകണ്ഠാപുരത്തെത്തി. ജാഥാ സ്വീകരണ യോഗം KPCC സെക്രട്ടറി ഡോക്ടർ KV ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ പ്രചരണാർത്ഥം പ്രയാണം ചെയ്യുന്ന കലാജാഥ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളും സന്ദർശിച്ച് നിലവിലെ കേരള രാഷ്ട്രീയ സ്ഥിതിഗതികൾ ജനങ്ങളോട് കള്ളനും കപ്പിത്താനും എന്ന നാടകത്തിലൂടെ നേരിട്ട് വിശദീകരിക്കുന്നു. ധൂർത്തും അഴിമതിയും നടത്തി കഴിഞ്ഞ 10 വർഷത്തോളമായി ഭരണം നടത്തുന്ന പിണറായി സർക്കാരിനെ തൂത്തെറിയാൻ ആഹ്വാനം ചെയ്യുന്ന നാടകം ജനങ്ങളെ ആവേശം കൊള്ളിച്ചു മുന്നേറുന്നു. മാസപ്പടി, അമ്പലക്കൊള്ള, നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം, പെരുകിവരുന്ന തൊഴിലില്ലായ്മ, തകർന്നടിഞ്ഞ ആരോഗ്യരംഗം എന്നുവേണ്ട സമസ്ത മേഖലകളിലും നിലനിൽക്കുന്ന ജനവിരുദ്ധ നടപടികൾക്കെതിരെ ജനങ്ങൾ ഉണർന്നെണീക്കാനും ഈ കൊള്ള സർക്കാരിനെ പുറത്താക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും ജനങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് നാടകം അവസാനിക്കുന്നത്. സംസ്കാര സാഹിതി ഇരിക്കൂർ നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ KV ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജാഥാ സ്വീകരണ യോഗത്തിൽ ശ്രീകണ്ഠാപുരം നഗരസഭ അധ്യക്ഷൻ ശ്രീ EV രാമകൃഷ്ണൻ, ജാഥാ ക്യാപ്റ്റനും സംസ്ഥാന വൈസ് ചെയർമാനുമായ ശ്രീ പ്രദീപ് പയ്യന്നൂർ, സാഹിതി ജില്ലാ ചെയർമാൻ ശ്രീ സുരേഷ് കൂത്തുപറമ്പ്, ശ്രീ TNA ഖാദർ, സംസ്കാര സാഹിതി ജില്ലാ ജനറൽ കൺവീനർ ശ്രീ ആനന്ദ് നാറാത്ത്, ജനറൽ സെക്രട്ടറിമാരായ ഡോക്ടർ KP ഗോപിനാഥൻ, ശ്രീ നാരായണൻ കൊയ്റ്റി തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്കാര സാഹിതി ജില്ലാ വൈസ് ചെയർമാൻ ഡോക്ടർ VA അഗസ്റ്റിൻ സ്വാഗതവും നിയോജക മണ്ഡലം വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ജോസഫീന ടീച്ചർ നന്ദിയും പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗയാത്ര ഫെബ്രുവരി 9 തിങ്കളാഴ്ച വൈകുന്നേരം ശ്രീകണ്ഠാപുരത്ത് എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിളംബര ജാഥയും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്ന് ഇതുപോലെ ഒരു പരിപാടി നമ്മൾ സംസ്കാര സാഹിതി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയെ വളരെ ഹൃദയം നിറഞ്ഞ് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഓരോ പരിപാടിക്ക് മുന്നായി ഇവിടെ നിരവധി പ്രവർത്തനങ്ങൾ സംസ്കാര സാഹിതി അത് വലിയ ഒരു ആവേശത്തോടുകൂടി പ്രിയപ്പെട്ട ജേക്കബ് സാർ ഒരു ഉത്തരവാദിത്വത്തോടുകൂടി അത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ഇവിടെ നടത്തുന്ന ഈ കലാജാഥയുടെ ആകപ്പാടെയുള്ള ഉള്ളടക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ദുരിതയാത്രയുണ്ട്. ആ ദുരിതയാത്രയുടെ ആകത്തുകയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കലാജാഥ.